ബിഷ്ണുപൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി കൽക്കട്ട ഹൈക്കോടതിയിൽ ഹാജരായി. TMC നേതാക്കളായ കുനാൽ ഘോഷ്, ഡോള സെൻ എന്നിവർക്കൊപ്പമാണ് മമത കോടതിയിലെത്തിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ബൽറാം, തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് വിധിയടക്കം അംഗീകരിക്കാൻ മമത തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണല്ലേ കോടതി വ്യവഹാരങ്ങളിലേക്കും കാര്യങ്ങൾ മാറുന്നത്? അസിത, ഈ ബിഷ്ണുപൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ ഒരു ജനവിധിയാണ് ഇത്തവണ ഉണ്ടായത്. മുഖ്യമന്ത്രി ആയിരുന്ന മമതാ ബാനർജിയും നിലവിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സുവേന്ദു അധികാരി 15,105 വോട്ടുകൾക്കാണ് വിജയിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ജനവിധി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിരുന്നത്. അവർ സുവേന്ദു അധികാരിയെ അഭിനന്ദിച്ചിരുന്നു എങ്കിൽ പോലും ജനവിധി അംഗീകരിക്കാനാകില്ല എന്നും ജനവിധി അട്ടിമറിക്കപ്പെട്ടു എന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ മമതാ ബാനർജി ഒരു തെരഞ്ഞെടുപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൽക്കട്ട ഹൈക്കോടതിയിൽ. പ്രധാനമായും ഈ മണ്ഡലത്തിൽ നിന്നും 50,000-ലേറെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടു എന്ന ആരോപണമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതിലൂടെ ജനവിധി അട്ടിമറിക്കുകയായിരുന്നു എന്നും ചട്ടവിരുദ്ധമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മമതാ ബാനർജി ഇന്ന് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മമതാ ബാനർജി തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ എത്തി. ഒപ്പം തന്നെ മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത നേതാക്കളായ കുനാൽ ഘോഷും ഡോള സെന്നും ഒപ്പമുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. നിലവിൽ വലിയ തോതിലുള്ള വിമത ഭീഷണി നേരിടുന്ന ഒരു സമയത്താണ് നിയമ പോരാട്ടത്തിനായി മമത കൽക്കട്ട ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. അനുജ, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.